നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് എങ്ങനെയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ടൊരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ട്രെൻഡ് എങ്ങനെയാണ്. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ 24,200 24,200 മുകളിലേക്ക് ഇൻ കേസ് 24,200 താഴത്തേക്ക് വന്നാലും 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു ബൈ സെന്റിമെന്റിൽ നിലനിൽക്കും. 200 താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റായാലും ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്കൊരു ട്രെൻഡ് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പറയുന്നൊരു ട്രേഡിംഗ് പ്ലാൻ ആയാലും എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചെയ്യുന്ന രീതികളായാലും കാരണങ്ങളായാലും ജസ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. റൈറ്റ് രീതിയിൽ മാനേജ് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാൻ, മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്, ട്രെൻഡ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രേഡിംഗ് പ്ലാൻ നൽകുന്നത്. ഒരുപാട് സമയം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഓരോ സപ്പോർട്ട് ലെവലുകളും നൽകുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസങ്ങളിലായാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫെയിലിയർ ആയാലും നെക്സ്റ്റ് ഡേയിൽ ഹൈ ആക്രോസിൽ അത് വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയിലായാലും എന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് 24,365, 365, 24,340. ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഇൻ കേസ് ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് 24,365 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 24,340 ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളത് പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. ബൈര ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ 24,365 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഒരു 24,365 എവിടെയാണ് എന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ചാർട്ടിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ നമുക്കൊരു ബൈര ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഇല്ല. ബൈര ഓപ്പർച്യൂണിറ്റി ഇല്ല മാർക്കറ്റിൽ. എക്സാക്റ്റ് ആയിട്ടൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്, സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം ആയാലും അടുത്തൊരു സപ്പോർട്ട് നൽകിയിരുന്നത് 24,275. അത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു പോയി. അതിനുശേഷം സപ്പോർട്ട് നൽകിയിരുന്നത് 24,205. 205 നിന്നാണ് നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് 205 എന്ന് ബ്രേക്ക് ചെയ്ത് മാത്രമല്ല, ശ്രദ്ധിക്കുക, 24,240 ഇവിടെ ലോ ചെയ്തതിന് ശേഷം 24,275 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നോക്കുക. 24,275 ആ ഒരു ലെവലൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. 24,275 ഈ ഒരു സമയം വരെ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തിരുന്നില്ല. അതിനുശേഷം ആയാലും 24,275 മുകളിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഇത്. അതിനുശേഷം ആയാലും നിഫ്റ്റിയുടെ ബൈ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ ഒരു എക്സ്പയറി നിഫ്റ്റിയിലായാലും വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസം നൽകിയിരിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ ഒന്ന് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ട്, ട്രേഡ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ഉണ്ട്. 23,685, 23,610 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. 610 ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്, പിന്നീട് സപ്പോർട്ടായിട്ട് നൽകിയിരുന്നത് 520, 520 ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. 480 ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം ഒരു ബൈര ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ എപ്പോഴും 520 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷമായാലും മാർക്കറ്റ് എവിടെയാണ്, ഫിൻ നിഫ്റ്റി എവിടം വരെയാണ് എക്സാക്റ്റ് ആയിട്ട് പോയെന്ന് ശ്രദ്ധിക്കുക. 23,400 കഴിഞ്ഞ ദിവസം 23,480 താഴെ നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത് 23,400 എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഫിൻ നിഫ്റ്റിയുടെ ഒരു ബൗൺസ് വന്നിരിക്കുന്നത്. അതിനുശേഷം 23,480 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം ട്രെൻഡ് കുറച്ചൊരു സ്ട്രെങ്ത് കിട്ടി. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് കാണാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഏതൊരു ടെക്നിക്കലും ഏതൊരു രീതിയിൽ അനാലിസിസ് ചെയ്താലും നമുക്ക് ഈ ഒരു ആക്യുറസി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മാർക്കറ്റിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് നൽകുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ്.
അതുപോലെ തന്നെ 52,280 റെസിസ്റ്റൻസ്, 52,175 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത 52,75 ബ്രേക്ക് ചെയ്തു, 51,940 ബ്രേക്ക് ചെയ്തു. അതിനുശേഷമായാലും ഈ ഒരു സപ്പോർട്ട് എവിടെയാണ് ഹോൾഡ് ചെയ്തത് നോക്കുക. നമ്മൾ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് നൽകിയിട്ടില്ല, പക്ഷെ സപ്പോർട്ട് മുൻ ദിവസത്തെ വീഡിയോസിൽ ശ്രദ്ധിക്കാനാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. അപ്പം അതിനുശേഷമായാലും 940 ആണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. 940 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത കൂടി ബൈ സെന്റിമെന്റിലേക്ക് കടന്നു. അതായത് തുടർച്ചയായിട്ട് ആ റെസിസ്റ്റൻസുകൾ എൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ബൈയിലേക്ക് കൺവേർട്ടായി. എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് നോക്കുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഒരു ദിവസങ്ങളിലായാലും സിറ്റുവേഷൻ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുക, ഇൻ കേസ് മാർക്കറ്റിൽ ഒരു വോളിയുണ്ട്, വോളറ്റാലിറ്റി ഉണ്ടെങ്കിൽ സപ്പോർട്ടുകൾ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. ഇൻ കേസ് ബൈര ഓപ്പർച്യൂണിറ്റി എപ്പോഴും അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്കാണ്. അതായത് തൊട്ടടുത്ത റേഞ്ചിൽ റെസിസ്റ്റൻസ് നൽകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ബൈര ഓപ്പർച്യൂണിറ്റി എക്സാക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആകുന്നത്. ഇവിടെ നമുക്ക് 24,200 സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ടായിട്ട് നിലനിർത്തിയിരുന്നത്. ഒരുപാട് തവണയായി ഈ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ കുറച്ചധികം ഒരു വീക്ക്നെസ് ആകും. ഞാൻ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത് 24,204 സപ്പോർട്ട് എടുക്കുന്നത്. ഈ ഒരു സപ്പോർട്ടാണ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം, പക്ഷേ സപ്പോർട്ടുകളുണ്ട്. പക്ഷെ ആ ഒരു സപ്പോർട്ടുകൾ ഹോൾഡ് ചെയ്യോ, ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യോ അടിസ്ഥാനമാക്കി നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന 24,360 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചാണ്, റേഞ്ച് എക്സാക്റ്റ് ആയിട്ട് പറയാം. അതായത് ഇവിടെ 24,360 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ലെവലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. 24,305 ആയിരിക്കും സപ്പോർട്ടായിട്ട് എടുക്കുക, കാരണം ഇവിടുത്തെ ഒരു ക്ലോസിങ് വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ചാർട്ടിൽ ക്ലോസിങ് കാണിച്ചിരിക്കുന്നത് 24,338 338 അല്ല ക്ലോസിങ് വന്നിരിക്കുന്നത്, കുറച്ചൊരു താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ഒരു ക്യാനിൽ മെഷർ ചെയ്തുകൊണ്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലോസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലോസിങ് പ്രൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 24,305 ആയിരിക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 305 ഒരു താഴെ ഒരു ഓപ്പൺ ചെയ്താൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 24,305 മുകളിലാണെങ്കിൽ ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടിയ ക്വിക്കായിട്ട് 360 അടുത്തെത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം 360 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താലും ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാലും 305 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഷോർട്ട് സെല്ല്, റൈറ്റ് ആയിട്ടുള്ള ഷോർട്ട് സെല്ല്, മൊബൈൽ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുക ഹയർ ലെവല്. അതുപോലെ തന്നെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം 24,420. അതുപോലെ തന്നെ മുൻപ് വന്നിരിക്കുന്ന ഒരു ഹൈ ആണ് 24,460 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണ്, ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ 360 സപ്പോർട്ട് ശ്രദ്ധിക്കുക. ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് ചെറിയ ഓപ്പർച്യൂണിറ്റികൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 24,204 താഴെ 24,150 സപ്പോർട്ട് കാണുന്നുണ്ട്. അതിന് താഴെ 24,105 സപ്പോർട്ട് കാണുന്നുണ്ട്. ഈ റേഞ്ച് എത്തുമ്പോൾ അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 24,075 കൂടി താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യണം.
കാരണം ഇത് നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു സപ്പോർട്ട് അതേ രീതിയിൽ മാനേജ് ചെയ്യുക. ഈ ഒരു സപ്പോർട്ടുകൾ അതുപോലെ തന്നെ 305, 360 ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇതനുസരിച്ച് കൃത്യമായിട്ട് നിഫ്റ്റിയുടെ മാനേജ് ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയി ഈ കാണുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഹയർ ലെവൽ 52, 630, 580 ഇതാണ് റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന, അതായത് ഇന്ന് നൽകിയിരിക്കുന്ന 52,400 തന്നെ ഹയർ ലെവല് റെസിസ്റ്റൻസ്. 52,400 മുകളിൽ ഓപ്പൺ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ കിട്ടി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ 52,400 താഴെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 52,400 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. 300 തൊട്ട് താഴെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 52,290 ആണ്. 52,290 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 52,120 അടുത്ത സപ്പോർട്ട്. 51,975 അടുത്ത സപ്പോർട്ട്. അതിനുശേഷം 51,620, 51,575, 620 ലോവർ ഇതാണ് ഇനി അടുത്ത സ്ട്രോങ് സപ്പോർട്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലോട് ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റ് മാനേജ് ചെയ്യുക. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇന്ന് 23,400 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. ഈ ഒരു ലെവല് 23,610, 685 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇതായിരിക്കും സപ്പോർട്ട്. റൈറ്റ് സപ്പോർട്ട് ഏതായിരിക്കും നമുക്ക് നോക്കാം. ഫിനിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ സപ്പോർട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. 23,605, 685 രണ്ട് റേഞ്ചിലാണെങ്കിൽ 685 മുകളിലാണ് സ്ട്രോങ്. 605 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആണ്. ഹയർ ലെവലിലേക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോവർ ലെവല് 520 സപ്പോർട്ട്. 605 ആയിരിക്കും ഇൻട്രാഡേയിൽ സ്റ്റോപ്പ് ലോസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് 23,605 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 520 ബ്രേക്ക് ചെയ്താൽ 400 സപ്പോർട്ട്. 400 അടുത്തുനിന്നാലും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമം ഫിനിഷിൽ ഉണ്ടായിരിക്കും. പക്ഷെ 400 താഴെ സസ്റ്റെയിൻ ചെയ്താൽ, 400 താഴെ പോയാൽ 400 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. പക്ഷെ 400 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഇനി അടുത്തൊരു സപ്പോർട്ട് 215 ആണ്. കുറച്ച് ലെവല് താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. കാരണം 400 വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ സപ്പോർട്ടുകളില്ല. അപ്പോൾ ഫിനിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സൈറ്റഡ് ട്രെൻഡ് നിലനിൽക്കുക. മാർക്കറ്റ് ലെവൽ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.